വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. 2025 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ശരിയാണല്ലോ. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ശരിയാണോ? 1961 പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്? 1914 ഫെബ്രുവരി 24 ഇത് ഒന്ന് ഓപ്പൺ ആയത് കേട്ടോ. ഈ ബ്രിഡ്ജ് ഓപ്പൺ ആയത് 1914 ഫെബ്രുവരി 24 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.8 കിലോമീറ്റർ നീളവും ഉണ്ട്. ശരിയാണ്. അപ്പോൾ പുതിയ പാമ്പൻ പാലവുമായിട്ട് പഠിച്ചു വയ്ക്കുക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് നമുക്ക് തന്നിരുന്നത്. 1914 കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.8 കിലോമീറ്റർ നീളവുമാണ് ഉള്ളത്. ശരിയാണല്ലോ. 1, 3, 4 ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? എത്രയാണ് വരുന്നത്? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ്? SDX-01 SDX-02 SDX-01 and SDX-02. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. മേഘാലയയിലെ ബർണിഹാട്ട് പട്ടണത്തിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത മേഘാലയ കേട്ടോ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? അപ്പോൾ 3 ദൗത്യങ്ങളായിട്ട് സുനിത വില്യംസ് എത്ര ദിവസമാണ്? 608 ദിവസങ്ങളാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. നെക്സ്റ്റ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് V. സുനിൽകുമാർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് ഏതാണ്? ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇക്യൂബ് എന്നാണ്. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് നാഷണൽ പാർക്ക്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രൊജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും ചികിത്സയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? 2023 എന്ത് ആരംഭിക്കുന്നത്? വിവ പ്രൊജക്റ്റ് അല്ലേ? ഇത് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിലും ചികിത്സയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്? അനീമിയ ആണല്ലേ, വിളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റാണല്ലേ വിവ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? 2025 ലോകാരോഗ്യ ദിന പ്രമേയം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നായിരുന്നു ചോദിക്കുക അല്ലേ? അപ്പോൾ അതിൻ്റെ ഇത് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഈ വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണെന്ന് പറയുന്നത് വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്. നമുക്ക് 2023 ഈ പദ്ധതി ആരംഭിച്ചെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ആൻസർ ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. 2023 ആരംഭിച്ചെന്ന് പറയുന്നതാണ്. 2015 ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2015 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിങ് കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനോ ഇല്ലാതെ ലോൺ ലഭിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി എന്താണ്? ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ്. 2015 ആരംഭിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിങ് കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനോ ഇല്ലാതെ ലോൺ ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്? സിറിയയിലെ മുൻ പ്രസിഡന്റാണ് ബാഷർ അൽ അസദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാമാണ്? 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷിയർ. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷിയർ ആണ് മൂന്ന് യുദ്ധക്കപ്പലുകൾ എന്താണ് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഇതാണ് ഇയർ ചോദിച്ചതാണ്. 2025 കണ്ടോ, 2025 ജനുവരിയിലാണ്. നെക്സ്റ്റ് US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻഷു ശുക്ല. താഴെ പറയുന്നവയിൽ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് ഏതാണ്? പുതിയതായിട്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, ആസാമീസ്, ബംഗാളി, പിന്നെ ഏതാണ്? പാലി,
പ്രാകൃത് അല്ലേ, പാലി, പ്രാകൃത് എന്നിവയാണ് പുതിയതായിട്ട് ഉയർത്തപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃതം. ആദ്യം ഉണ്ടായിരുന്ന ഇതൊക്കെയാണ് തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവ ഏതിലാണ് ആദ്യം ഉണ്ടായിരുന്ന ക്ലാസിക്കൽ ഭാഷകളാണ്. എന്നാൽ ബാക്കി 5 ഭാഷകളാണ് അല്ലേ പുതിയതായിട്ട് എന്താണ് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത് എന്നിവ. നെക്സ്റ്റ്, ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ്? ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യക്കാരാണ്ടോ പ്രഭാവോ സുബിയാന്തോ ആണ് ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവനാണ് പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യക്കാരനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജനുവരി 29 ISRO NVS-02 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഇത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. അപ്പോൾ 2025 ജനുവരി 29 ISRO NVS-02 എന്ന് പറയുന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. ഇത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമായിരുന്നു. ശരിയാണ്. GSLV F-12 എന്ന റോക്കറ്റാണ് NVS-02 ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയതെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഏത് റോക്കറ്റാണ്? GSLV F-15 ആണ്. GSLV F നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 12-4 തന്നിരിക്കുന്നത്. F-15 ആണോ? F-15 എന്ന് പറയുന്ന റോക്കറ്റാണ് ഈ NVS-02 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയത്. ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. അതും ശരിയാണ്. അപ്പോൾ 2025 ജനുവരി 29 ISRO NVS-02 എന്ന് പറയുന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുന്നത്. ഇത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. GSLV F-15 എന്ന റോക്കറ്റാണ് NVS-02 എന്ന ഉപഗ്രഹം വഹിച്ചു കൊണ്ടുപോയത്. ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ്, 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവർക്ക് ലഭിച്ചു. എന്ത് കണ്ടുപിടുത്തത്തിനായിരുന്നു? 2024 ഫിസിക്സിൽ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അവർക്ക് ഏതിനാണ് ലഭിച്ചത്? നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനായിരുന്നു. നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ്? പത്മ സുബ്രഹ്മണ്യത്തിനാണ് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2024 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയായിരുന്നു? പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പതക്, ബിന്ദേശ്വർ പതക്, വൈജയന്തിമാല, ചിരഞ്ജീവി എന്നിവർക്കാണ് 2024 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കൊക്കെയാണ്? പത്മ സുബ്രഹ്മണ്യം, M. വെങ്കയ്യ നായിഡു, വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? M. വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക്. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നത്, പത്മശ്രീ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ്? അശ്വതി തിരുനാളിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സധനം ബാലകൃഷ്ണൻ ഓക്കെ, സധനം ബാലകൃഷ്ണന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇ പി നാരായണൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു.
സത്യനാരായണ ഭൈലരി. സത്യനാരായണ ഭൈലരിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പി ചിത്രൻ നമ്പൂതിരിപ്പാടിന് അതുപോലെ തന്നെ മുനി നാരായണ പ്രസാദ് മുനി നാരായണ പ്രസാദിനും എന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആരൊക്കെയാണ്? അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, സത്യനാരായണ ഭൈലരി, പി ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കാം, പേരുകൾ പഠിച്ചു വയ്ക്കാം കേട്ടോ. 2024 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, പി സത്യനാരായണ ഭൈലരി, പി ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്. ഇനി പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? M വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല, ബാലി, ചിരഞ്ജീവി, വിദ്യേശ്വർ പാഠക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? എന്നാണ് ക്വസ്റ്റ്യൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ? സി വിജിൽ ആണ്. നെക്സ്റ്റ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി. നെക്സ്റ്റ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 അല്ലേ? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 സീറ്റുകളാണ് അല്ലേ? കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. പി വത്സലയ്ക്ക് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനായിരുന്നു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2022 ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? സേതുവിനാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 ലഭിച്ചത് SK വസന്തനാണ്. 2023 ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി പഠിച്ചു വയ്ക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ 2021 പി വത്സലയ്ക്ക് ലഭിച്ചു, 2022 സേതുവിന് ലഭിച്ചു, 2023 SK വസന്തന് ലഭിച്ചു. നെക്സ്റ്റ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു അല്ലേ? സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? കെനിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയയാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം.
നെക്സ്റ്റ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് മലയാളത്തിൻ്റെ ദേശകാലങ്ങൾക്കായിരുന്നു. അപ്പോൾ അത് എഴുതിയത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആരാണ് എഴുതിയത്? ഇ വി രാമകൃഷ്ണൻ്റെയാണ് മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ. അദ്ദേഹത്തിന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. നെക്സ്റ്റ്, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ലാഹോറാണ്. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഏതാണ്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഏതാണ്? 2025 ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കെ അരവിന്ദാക്ഷന് ഖോബ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഖോബ എന്ന് പറയുന്ന നോവലിനാണ് കെ അരവിന്ദാക്ഷന് എന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിൽ പി എൻ ഗോപികൃഷ്ണൻ തന്നിട്ടുണ്ടല്ലോ. പി എൻ ഗോപികൃഷ്ണന് 2023 പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കവിത മാംസഭൂജി എന്ന് പറയുന്നതിനായിരുന്നു. എന്തായിരുന്നു? കവിത മാംസഭൂജി എന്ന് പറയുന്നതിനാണ് 2023 പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2022 ആർക്കാണ്? അംബിക സുധൻ മങ്ങാടിനാണ് 2022 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ് കൃതി? ഏതാണെങ്കിൽ പ്രാണവായു ആയിരുന്നു അല്ലേ? പ്രാണവായു എന്ന് പറയുന്നതിനായിരുന്നു 2022 അംബിക സുധൻ മങ്ങാണ് ലഭിച്ചത്. ഇനി 2021 സാറ ജോസഫിന് ലഭിക്കുന്നത്. 2021 ബുധിനി എന്ന് പറയുന്ന നോവലിനായിരുന്നു. ബുധിനി എന്ന് പറയുന്ന നോവലിനായിരുന്നു 2021 സാറ ജോസഫിന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ്. ലഭിച്ചത് ഏതിനായിരുന്നു? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. 2023 ആർക്കാണ് ലഭിച്ചത്? പി എൻ ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജി എന്ന് പറയുന്നതിനായിരുന്നു. 2022 അംബിക സുധൻ മങ്ങാടിന് പ്രാണവായുവിനായിരുന്നു. 2021 സാറ ജോസഫിന് ബുധിനിക്കായിരുന്നു അല്ലേ? അപ്പോൾ 2021 സാറ ജോസഫിന് ബുധിനി എന്ന് പറയുന്ന നോവലിനായിരുന്നു. 2022 അംബിക സുധൻ മങ്ങാടിന് പ്രാണവായു എന്ന് പറയുന്നതിനായിരുന്നു. 2023 പി എൻ ഗോപികൃഷ്ണന് കവിത മാംസഭോജി എന്ന് പറയുന്നതിനായിരുന്നു. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? എപ്പോഴും ആരായിരിക്കുക? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കും കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? പി ആർ ശ്രീജേഷാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 പ്രഖ്യാപിച്ച 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജായിരുന്നു.
ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന, അതായത് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? ജപ്പാനായിരുന്നു 3-ാം സ്ഥാനത്ത് വന്നത്. നെക്സ്റ്റ്, സംസ്ഥാന കായിക ദിനം എന്നാണ്? സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റേതാണ്? 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ടുള്ള ടീം ഏത് രാജ്യത്തിൻ്റേതാണ്? ഏത് രാജ്യത്തിൻ്റെയാണ്? ഫ്രാൻസിൻ്റേതാണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡിങ് ലിറനെയാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? പൂനെയിലാണ്. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് പൂനെയിലാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? മുംബൈ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് 2025 PSC ചോദിച്ചുള്ള കറണ്ട് അഫയേഴ്സ്. ആനുകാലിക ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റുകളും 2025 ചോദിച്ചിട്ടുള്ളത് കവർ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാതിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.